നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ പാർത്ഥസാരഥിയാണ്. ഇദ്ദേഹം ഇസ്ലാമിക ചരിത്ര അധ്യാപകനും സാമൂഹ്യ വിമർശകനും ഒപ്പം എഴുത്തുകാരനും കൂടിയാണ്. എന്തൊക്കെ വിശേഷങ്ങളാണ് ചരിത്രപരമായി ഇന്ന് സാറിന് നമ്മളോട് പങ്കുവയ്ക്കാനുള്ളതെന്ന് അറിയാം. സാർ, സ്വാഗതം. എന്താണ് സാർ ഇന്നത്തെ ചരിത്രത്തിൽ നമുക്ക് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് സാറിന് പങ്കുവയ്ക്കാനുള്ളത്? ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനകമേ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പൗരനിലേക്ക് എത്തിയതെന്നും ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയെന്നുള്ള ചരിത്രം പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തോടൊരു പ്രാധാന്യമുണ്ട്. ആ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെടുത്തി പറയുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ ദക്ഷിണേന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് ടിപ്പു സുൽത്താൻ. അങ്ങനെയാണ് നമ്മൾ ചെറിയ നാടുകൾ പഠിക്കുന്നത്. പക്ഷേ ഈ മാറിയ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താനോട് ബന്ധപ്പെട്ട് ഒത്തിരി വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പം അത്തരമൊരു കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ളതാണ്. ഒരു പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ടിപ്പു സുൽത്താൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് സാറ് പറഞ്ഞ പോലെ, അതിനുശേഷം ശരിയാണ് കുറച്ച് നാളുകൾക്ക് ഇപ്പുറം ടിപ്പു സുൽത്താനെ പറ്റി പറയുമ്പോൾ ഒരുപാട് വിവാദങ്ങളിലൊക്കെ വന്ന് കേൾക്കുന്നൊരു പേരാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ആദ്യം ടിപ്പു സുൽത്താൻ്റെ ചരിത്രം എന്താണെന്നൊന്ന് അറിയാം അല്ലേ? ടിപ്പു എന്ന് പറയുന്നത് നമ്മുടെ മൈസൂറിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭരണാധികാരിയാണ്. ഇസ്ലാം മത വിശ്വാസിയായ ഭരണാധികാരി എന്നുള്ളത് നമുക്ക് നേരത്തെ ഒന്നും അങ്ങനെ ഒരു ഇസ്ലാം മത ഭരണാധികാരി എന്ന് എടുത്തു പറയേണ്ടതില്ല. മാറിയ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു വാക്ക് തന്നെ എടുത്തു പറഞ്ഞു. കാരണം ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു ഭരണാധികാരി ആയതുകൊണ്ടാണ് ഇന്ന് ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ന് പറയപ്പെടുന്ന ചരിത്രത്തിൽ അദ്ദേഹം വിമർശിക്കപ്പെടുന്നത്. വിമർശിക്കേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത്രനാൾ വിമർശിച്ചില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണകൂടം കൈകാളുന്നത് കോൺഗ്രസിനോട് ബന്ധപ്പെട്ടവരായിരുന്നു. മാറിയൊരു കാലഘട്ടത്തിൽ BJP അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനയോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ കടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തിനേയും ഹൈന്ദവതയോട് ബന്ധപ്പെടുത്തി കാണാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈന്ദവതയെ എതിർക്കുന്ന വിഭാഗങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് ടിപ്പു മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മനസ്സിലാക്കുന്ന ടിപ്പു എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ വടപുരുതിയിട്ടുള്ള ഒരാളെന്ന രീതിയിലായിരുന്നു. പക്ഷെ മാറിയ ചരിത്രത്തിൽ അത് മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ ടിപ്പു എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടിപ്പു ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിലേക്ക് വരുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കുക, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം സൃഷ്ടിച്ചെടുക്കുക എന്നൊരു കാഴ്ചപ്പാടുമായി ടിപ്പു ഒരിക്കലും നിന്നിട്ടില്ല. ടിപ്പു മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഒരാളും അങ്ങനെ നിന്നിട്ടില്ല. മഹത്തായ വിപ്ലവം എന്നൊക്കെ പറയുന്നത് 1857 കാലഘട്ടങ്ങളിലാണ് വരുന്നത്. ടിപ്പുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1729 ടിപ്പു വരുന്നത്. ടിപ്പു ഭരണാധികാരിയായി മാറുന്നത്. ആ കാലഘട്ടത്തിലെല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതവർഷം എന്ന് പറയുന്ന ഹിമാലയം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി വരെയുള്ള ഒരു രാജ്യം സൃഷ്ടിച്ചെടുക്കണം, അതൊരു ജനാധിപത്യമായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടെ വരുന്നത്. ടിപ്പു മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എതിരായിരുന്നു. ആ എതിർപ്പുണ്ടാകുമെന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ മലബാറിനോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ പടയോട്ടങ്ങളുണ്ട്. പടയോട്ടങ്ങൾ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഹിന്ദു രാജാക്കന്മാരാണ് ആ കാലഘട്ടത്തിൽ കേരളത്തോട് ബന്ധപ്പെട്ട് ഭരിക്കുന്നത്. ആകെ മാറ്റി നിർത്താവുന്ന അറക്കൽ ഫാമിലി മാത്രമാണ്, ബാക്കിയെല്ലാം ഹിന്ദു രാജാക്കന്മാരാണ്. അപ്പോൾ ടിപ്പുവിൻ്റെ കടന്നുവരവ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ പറയുന്ന രാജാക്കന്മാർക്കായിരുന്നു. വേണാടിനോട് ബന്ധപ്പെട്ട് വരുന്ന, സാമൂതിരിയോട് ബന്ധപ്പെട്ട് വരുന്ന, കോലത്തിരിയോട് ബന്ധപ്പെട്ട് വരുന്ന രാജാക്കന്മാരെല്ലാം ടിപ്പുവിൻ്റെ കടന്നുകയറ്റം വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടിപ്പു യുദ്ധം ചെയ്തെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോടല്ല. ബ്രിട്ടീഷുകാരുടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല ടിപ്പു ഇറങ്ങി തിരിച്ചത്. ടിപ്പുവിനെ സംബന്ധിച്ച് ടിപ്പുവിൻ്റെ സാമ്രാജ്യ മോഹങ്ങളുണ്ട്. പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു വഴി പൂർത്തീകരിക്കുക എന്നൊരു താല്പര്യമുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് തെക്കൻ ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ടിപ്പു കടന്നു വരുന്നത്. പക്ഷേ ടിപ്പു കടന്നു വരുമ്പോൾ അദ്ദേഹം എതിർക്കാൻ നിന്നവരാരാണോ അവരെല്ലാം ഈ പറയുന്ന ഇംഗ്ലീഷുകാരുടെ അനുയായികൾ അല്ലെങ്കിൽ സാമന്തന്മാരോ അല്ലെങ്കിൽ അവരോടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കാൻ ശ്രമിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ടിപ്പു ബ്രിട്ടീഷുകാർക്ക് എതിർക്കപ്പെടേണ്ട ഒരാളായിട്ട് മാറുന്നത്. ഇല്ല എങ്കിൽ ബ്രിട്ടീഷുകാർ മാറി നിൽക്കുകയായിരുന്നു, സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെടുത്തി ടിപ്പുവിൻ്റെ പേര് നമ്മൾ പറയില്ല. കാരണം ടിപ്പു എതിർക്കാൻ വന്നത് സാമൂതിരിയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ ഇന്ന് പൂഴ്ത്തി പറയുന്ന പല രാജാക്കന്മാരെയായിരുന്നു. അപ്പോൾ അവരെ സഹായിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്നത് ബ്രിട്ടീഷുകാരോടായിരുന്നു. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെടുത്തി ടിപ്പുവിനെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഹൈദരാലി എന്ന് പറയുന്ന ടിപ്പുവിൻ്റെ അച്ഛൻ, അദ്ദേഹമാണ് ടിപ്പു സുൽത്താനെ ഈ ഒരു ഘട്ടത്തിൽ ഹൈദരാലി പരാജയപ്പെട്ടു പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് മകനോട് തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഈ മെയ്വഴക്കങ്ങളും അഭ്യാസമുറകളെല്ലാം പൂർത്തിയാക്കിയ ഒരാളായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഴിവാണ് ഈ യുദ്ധത്തിന് ഉപയോഗിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ കേട്ട കഥകളെല്ലാം അങ്ങനെയാണ്. അന്ന് ഹൈദരാലിക്ക് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനാണ് മകനെ ഇത്തരത്തിൽ കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്.
പിന്നെ എങ്ങനെയാണ് സാറ് പറയുന്ന ഈ രീതിയിലേക്ക് ഈ സാമന്തന്മാരോടും അല്ലെങ്കിൽ അങ്ങനെ നാട്ടുരാജാക്കന്മാരോടാണ് ടിപ്പുവിന്റെ യുദ്ധം, അല്ലെങ്കിൽ അവരോടാണ് യുദ്ധം ചെയ്തത്, അവരെ ജയിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നിരുന്ന ബ്രിട്ടീഷുകാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടി വന്നു എന്ന് പറയുന്നതിന്റെ ആ ഒരു അടിസ്ഥാനം ഒന്ന് വിശദീകരിക്കാം. ഇതിൽ നമ്മൾ കേരളത്തിൽ 32ഓളം ചെറു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. 32 അധികം ഉണ്ടായിരുന്നു, 32ഓളം നമുക്ക് എടുത്തു പറയാം. അപ്പോൾ അവരെല്ലാം പരസ്പരം മത്സരിക്കുന്ന രാജാക്കന്മാരായിരുന്നു. അതിൽ നേരത്തെ പറഞ്ഞ അറക്കൽ ഫാമിലി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ചേരമാൻ പെരുമാളിനോട് ബന്ധപ്പെടുത്തിയുള്ള എന്താ പറയുന്ന അവരുടെ ഒരു തലമുറയുടെ തുടക്കത്തെ പറ്റി അവകാശപ്പെടുന്ന കുറേ നാട്ടുരാജ്യങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടമ്പിമാരായിരുന്നു. മാടമ്പിമാരെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ള പരസ്പരം കലഹത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ പരസ്പരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പരസ്പരം ശത്രുതയിൽ നിലനിൽക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ പുറത്തുള്ള ഒരു ശക്തിയുടെ സഹായം തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈദരെ കേരളത്തിലെ രാജാക്കന്മാർ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ പാലക്കാട്ട് രാജാവിനോട് ബന്ധപ്പെട്ട് വരുന്ന കോലത്തിരിയോട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പാലക്കാട്ട് രാജാവിന് സഹായം നൽകാൻ വേണ്ടിയാണ് കോലത്തിരിക്കെതിരെ പാലക്കാട്ട് രാജാവിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഹൈദർ ആദ്യമായിട്ട് വരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗമുണ്ട്. അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കോലത്തിരിയും അറക്കൽ രാജാവും തമ്മിൽ പ്രശ്നമുണ്ട്, അറക്കൽ ബീവിയുമായിട്ട് പ്രശ്നമുണ്ട്. അതിൽ പ്രശ്നം എന്ന് പറയുന്നത് കോലത്ത് നാടിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ ഒരു 3 ക്ഷേത്രങ്ങൾ, തളിപ്പറമ്പൊക്കെ എന്ന് പറയുന്ന, തൃക്കക്കുന്ന് എന്നൊക്കെ പറയുന്ന ആ ഒരു 3 ക്ഷേത്രങ്ങൾ, അത്ര 3 ക്ഷേത്രങ്ങൾ മാത്രമേ ആ കാലഘട്ടങ്ങളിൽ സ്വർണത്തിൻ്റെ ഈ താഴികക്കുടം നിർമ്മിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ പറയുന്ന കണ്ണൂർ മുസ്ലിം പള്ളിയുടെ മേളിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോലത്തിരിയുടെ സാമന്തനായിട്ട് കോലത്തിരി കണക്കാക്കുന്ന ആ ഒരു പ്രദേശത്ത് കോലത്തിരിയുടെ അധികാരമില്ലാതെ അറക്കൽ ബീബിയോട് ബന്ധപ്പെട്ട് വരുന്നവർ ആ പള്ളിയുടെ മേൽ താഴെക്കൂടെ നിർമ്മിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിനെ എതിർക്കുന്നു. അങ്ങനെയാണ് ഇവർ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്, പരാതിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പരിഹരിച്ചു കൊടുക്കുമ്പോഴും അറക്കൽ ബീവിയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് കോലത്തിൽ വല്ലാതെ ബന്ധപ്പെടുന്നത് തൻ്റെ അധികാരങ്ങൾ നശിക്കും, അല്ലെങ്കിൽ അതിന് അധികാരത്തിൽ കുറവ് വരും എന്നുള്ള തോന്നലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അറക്കൽ ബീവിയെ സംബന്ധിച്ച് ഒരു പുതിയൊരു ശക്തി കേരളത്തിലേക്ക് വരേണ്ടതുണ്ടെന്ന് ഉള്ളൊരു ആഗ്രഹമുണ്ട്. ഈ സമയത്തേക്കാണ് ഹൈദർ കടന്നു വരുന്നത്. ഹൈദർ കടന്നു വരുമ്പോൾ അറക്കൽ ബീവിയുമായി ബന്ധപ്പെടുന്നുണ്ട്, അറക്കൽ ബീവി ഹൈദരെ സഹായിക്കുന്നുണ്ട്. പിന്നീട് കോഴിക്കോട് കീഴടക്കുന്ന സമയത്ത് ഈ ഹൈദരാലിയോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന അറക്കൽ ബീവിയുടെ സംഘങ്ങളെല്ലാം നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ കോഴിക്കോടിൽ നിന്ന് ഹൈദരാലി തിരിച്ചു പോകുന്ന സമയത്ത് കോഴിക്കോട് ആയിരക്കണക്കിന് ഭടന്മാരെ നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു മുസ്ലിം സമുദായത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഭടന്മാരുടെ നേതൃസ്ഥാനം എന്ന് പറയുന്നത് അറക്കൽ ബീവിയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു താഴ്വഴിയിലുള്ള ആദിരാജാവിനായിരുന്നു. അപ്പോൾ ഇതിലുണ്ടാകുന്ന സംഭവം എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത് പരസ്പരം കരിവാരിതേക്കുന്ന, പരസ്പരം എതിർക്കുന്ന ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഹൈദരെ പറ്റി നമുക്കറിയാം. ഹൈദർ എന്ന് പറയുന്ന ഒരു നിരക്ഷനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ടിപ്പു അങ്ങനെ, ടിപ്പു എന്ന് പറയുന്ന അനവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് പിതാവിന്റെ ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിതാവിനോട് ബന്ധപ്പെടുത്തി അദ്ദേഹം കേരളത്തിലെ രാജാക്കന്മാരുടെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ സാമൂതിരിയാണെങ്കിൽ തന്നെ ഏകദേശം 12 ലക്ഷത്തോളം നാണയങ്ങൾ ഈ പറയുന്ന കപ്പമായിട്ട് മൈസൂർ രാജാവിന് കൊടുക്കാനുണ്ട്, ഈ പറഞ്ഞ ഹൈദറിന് കൊടുക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. ആവശ്യപ്പെട്ട് വരിക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈദരെ ക്ഷണിക്കുന്ന മറ്റൊരാളെന്ന് പറയുന്നത് വേണാട്ടിലെ രാജാവാണ്. വേണാട്ടിലെ ഭരണകൂടങ്ങൾ ഇതുപോലെ തന്നെ ഹൈദരെ ക്ഷണിക്കുന്നുണ്ട്. ഹൈദരെ ക്ഷണിക്കുന്നെന്ന് പറയുന്നതാണ്, അതായത് ഹിന്ദുക്കളായിട്ടുള്ള രാജാക്കന്മാർ വേണാടിനെതിരെ എതിരിടാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ഹൈദരെ രക്ഷകനായിട്ട് ക്ഷണിക്കുന്നത്. കാരണം നമുക്കറിയാം സാമൂതിരിയോട് ബന്ധപ്പെട്ട് വരുന്ന രാജാക്കന്മാർ, ഹിന്ദു രാജാക്കന്മാർ ഈ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ തടയിടാൻ വേണ്ടി ഒരു പുതിയൊരു ശക്തി വേണം. ആ ശക്തിയുടെ ഭാഗമായിട്ടാണ് ഈ ഹൈദരെ ക്ഷണിക്കുന്നത്. പക്ഷേ ഈ കലാപങ്ങളെല്ലാം പിന്നീട് സ്വാഭാവികമായിട്ട് കെട്ടടങ്ങുന്നു. ആ കെട്ടടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഹൈദർ വരേണ്ട എന്നൊരു ആവശ്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈദർ ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് അങ്ങോട്ട് കടന്നു കയറാൻ പറ്റുന്നൊരു മാർഗമായിരുന്നു, അതടഞ്ഞു. ആ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ സാമൂതിരിയോട് ബന്ധപ്പെട്ടായാലും തിരുവിതാംകൂറിനോട് ബന്ധപ്പെട്ടായാലും കോലത്തിരിയോട് ബന്ധപ്പെട്ടായാലും ഈ പറയുന്ന ആൾക്കാരോടെല്ലാം ശത്രുത ഈ മൈസൂർ ഭരണകൂടത്തോട് വരുന്ന ഹൈദരാലിക്കുണ്ട്. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് കടന്നു വരുന്നത്.